മീനെ മീനെ വായോ 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 വായോ. എത്ര ദിവസമായി ഇതിവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആരെങ്കിലും വന്ന് വിളിച്ചാൽ അങ്ങ് പോണം, അല്ലാതെ ഇവിടെ വില പേശി ഇവിടെ ഇങ്ങനെ ഇരിക്കരുത്. എന്റെ മുത്ത് പോണേടാ, എന്റെ ചക്കര പോണേടാ, എന്റെ പുന്നാര പോണേടാ. അതുങ്ങളോട് കാണിക്കുന്ന സ്നേഹം നിന്റെ ഭർത്താവ് എന്നോടൊന്നും കാണിക്കാൻ പാടില്ല. നിനക്കൊന്നും ഇത് വിറ്റ എനിക്ക് പൈസ കിട്ടും, നിങ്ങളെ വിറ്റ എനിക്ക് എന്തോ കിട്ടും. ഇപ്പൊ അങ്ങോട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാല് നിങ്ങളെ ആരെങ്കിലും വന്ന് മേടിക്കണ്ട. ഞാനും കൊറേയൊക്കെ വിറ്റിട്ടുണ്ട്. വിറ്റിട്ടുണ്ട്. എന്റെ സ്വർണ്ണം വിറ്റിട്ടുണ്ട്, എന്റെ അച്ഛൻ എനിക്കുന്ന ശ്രീധരൻ മൊത്തം വിറ്റിട്ടുണ്ട്. വിറ്റ മാത്രമല്ല അതിന്റെ വില മനസ്സിലാക്കുള്ളൂ. ഞാൻ വിൽക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്നെ പോലീസ് പിടിച്ചില്ലേ? നിങ്ങൾ എന്തോന്നാ സൂക്ഷിച്ചു വെച്ചത്? കഞ്ചാവല്ലേ? അത് നിങ്ങളല്ല, ആര് സൂക്ഷിച്ചു വെച്ചാലും പോലീസ് പിടിക്കും. ഒന്നുമില്ലെങ്കിൽ നിന്റെ ചിറ്റൻ കിടക്കണം 10,000 പേരെ ഞാൻ ഓടിക്കണമല്ലേ ഞാൻ. അതെന്ത് വർത്താനോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്ത് വർത്താനം? നിങ്ങൾക്ക് ഇച്ചിരി ഗ്ലാമർ കുറവാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരുത്തരെ നോക്കാൻ പോയിട്ടില്ല, ഒരു മനുഷ്യനെ ഞാൻ നോക്കാൻ പോയിട്ടില്ല, ഒരാണുങ്ങളെ ഞാൻ നോക്കാൻ പോയിട്ടില്ല. അങ്ങനത്തെ വർത്താനം നിങ്ങൾ പറയരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ചിലപ്പോ വല്ല അപ്സരസോ വല്ലോ ആയിരിക്കും. നീയാ എടി അപ്പുറത്തെ ബിജുവിന്റെ ഭാര്യ ബിന്ദു അപ്സരസ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. സുഖുവിന്റെ ഭാര്യ രമണി അപ്സരസ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. പിന്നെ ഞാൻ എന്തുവാ ഇവിടെ ഇതിന്റെ ചിത്രം കിടക്കണ ഈച്ചനെ ഓടിക്കണ ആരെയാ ഞാൻ പറഞ്ഞു? മനസ്സിലായി? അതെ, എന്റെ കഞ്ഞി മണ്ണ് വാരി ഇടാനല്ലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. എന്റെ മനുഷ്യ ഈ മീനിന്റെ പുറത്ത് ഈച്ച വന്നിരുന്നാല് അത് ഫ്രഷ് മീനാന്ന് പറഞ്ഞ ആൾക്കാർ പിടിച്ചോണ്ടോ, അല്ലാതെ അമോണിയ ഇട്ട മീനാണെങ്കിൽ ഈച്ച വന്നിരിക്കുവോ? മീനിന്റെ പുറത്തെ കാര്യമല്ല, അതിലെങ്ങനെ ഒരു ഈച്ച നിന്റെ മുതുകത്ത് വന്നിരുന്ന അത് തലകറങ്ങി താഴെ അത്രക്ക് വിഷമാണ്. പിന്നെ എന്റെ മുതുകത്ത് ഈച്ച എല്ലാം കൂടെ തലകറങ്ങി വീണിട്ട് ഇങ്ങനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുമായിരുന്നു. ഇത് പോ മനുഷ്യായിരുന്നു. ഞാനിപ്പോ പോണേ, എനിക്കൊരു 5,000 രൂപ വേണം. 5,000 കുണുമ എന്തോ? അതായത് ഞാൻ ആ ചീട്ടലി സ്ഥലത്ത് ഒരു 3,000 രൂപ കൊടുക്കാനുണ്ട്. പിന്നെ ഷാപ്പിൽ ഒരു 2,000. നമ്മൾ ഇതിനെ വെറുതെ കടം വെച്ച് വെക്കണം. നാണമുണ്ടോ? നാണം. ഒരു ഭാര്യ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക, അങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചീട്ട് കളിക്ക് 3,000, ഇങ്ങോട്ട് ഷാപ്പിൽ 2,000. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? നീ കൂടുതൽ ചാടണ്ട. എല്ലാ സംഭവം ഞാൻ എടുത്ത് വലിച്ചു ദൂരട്ടറി. എന്നെ നിനക്ക് അറിയാൻ മേലായിട്ടാണ്. എനിക്ക് കാശ് എന്നല്ല ഇതെല്ലാം എടുത്ത് ഞാൻ വലിച്ചെറിയും. ഞാൻ അറിയുവോ? നീ ഇത് അറിയുവോ? തൊട്ട് നോക്കിക്കേ, എവിടെ നീ ഓടുന്നേ? നീ തൊട്ടേ മാന്യന്മാര് വന്ന് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ വലിച്ചേറി 4 മൂലയ്ക്ക് വെച്ചേനെ. അവിടെ അങ്ങനെ പോയി നിൽക്ക്. 200 രൂപ ആകുമ്പോ ഞാൻ തരാം. പോ. ഇതുപോലൊരു തട്ടുണ്ടായിരുന്ന മനുഷ്യനാ. മീനെ വായോ 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 വായോ. സാറേ എന്തിനാ സാറേ സല്യൂട്ട് അടിച്ച്? ഞാൻ ഏതോ മിനിസ്റ്ററുടെ വാഹനം പോകുന്നു, പൈലറ്റ് വാഹനത്തിന്റെ സൈറൻ കേട്ടു. അയ്യോ സാറേ, അത് എന്റെ വായിന്ന് വന്ന സൈറനായിരുന്നു. മീനെ വായോ 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 ഇതായിരുന്നു. ഓ, ഇവിടുന്ന് വന്ന സൈറനായിരുന്നു അല്ലേ? ഇന്ന് എനിക്ക് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ അതെ, കുറച്ച് സെലിബ്രേഷൻ എന്ന് പറയുമ്പോ ഇത് മറ്റേ ഇതാണോ സാറേ? ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ ആനിവേഴ്സറി ആണോ? അല്ലല്ല, ഒരു സെലിബ്രേഷന്റെ ഫുള്ള് വീട്ടിരിപ്പുണ്ട്. എടുക്കണം, അതാ ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നത്. എന്താ ഇതിന്റെ വിലയെന്നോ? സാറേ എന്റെ ഇതാകുമ്പോ ഈ ടൈപ്പ് മീനാണെങ്കിലേ ഇത് നല്ല ആവോലിയാ. ആവോലിക്ക് 1 കിലോയ്ക്ക് 1000 രൂപയാണ് വില. പിന്നെ ചൂരയാണെങ്കിൽ നമുക്ക് 800 രൂപയ്ക്ക് എടുക്കാം. സാറേ എത്ര വയസ്സുണ്ട്? എന്തോ എത്ര വയസ്സുണ്ട്? 38 വയസ്സേ ഉള്ളു സാറേ. പിന്നെ പ്രാരാബ്ദമൊക്കെ കൊണ്ട് 10-45 വയസ്സ് തോന്നിക്കുന്നതാ. അതല്ല ഞാൻ ചോദിച്ചാ, ആ മീൻ എത്ര വയസ്സുണ്ട്? അയ്യോ, അത് എന്റെ കൂടെ കൂട്ടിയിട്ട് കുറെ കാലമായി. പിടിച്ചാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ? ക്ഷണിച്ചു നോക്കണം സാറേ. ആണല്ലേ? അപ്പോ ഞാൻ ഈ പറയുന്നത്, ഈ മീനിന്റെ ഓരോ മീനും നോക്കി പർച്ചേസ് ചെയ്ത് എടുക്കണം സാറേ. ഈ ചൂര വേണോ അതോ ആവോലി? അല്ല സാർ, സാർ ഇവിടെ ഓടുന്നേ? ഞാൻ ഓടിയല്ലേ, ഞാൻ മീനൊന്നും നോക്കിയതല്ലേ. ഞാൻ സാറിന് തരാൻ വേണ്ടിട്ട് വന്നതല്ലേ. ഞാൻ ആകെ സാർ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കുവോ സാറേ? എന്തൊരു ഇതാ ഇത്? എന്തോന്ന് സാർ? ഭയങ്കര സ്മെല്ല്. അയ്യോ ശരിയാ, സാറ് വന്നപ്പോ പോലൊരു സ്മെല്ലുണ്ട്. ഷൂവിന്റെ ആണോ സാറേ? ഷൂവിന്റെ ആണോ? ഷൂവിന്റെ അല്ല, അതാ ഈ മീനിന്റെ സ്മെല്ല്. സാറ് വരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഞാൻ 10 രൂപയുടെ ഒരു സെന്റ് മേടിച്ച് ഇതെല്ലാം അടിച്ചു വെച്ചേനല്ലോ. അപ്പൊ സാറിന്റെ മണം വരത്തേ ഇല്ലായിരുന്നു. അത് പോട്ടെ, ഇതിന്റെ ടോട്ടാലിറ്റി എത്ര രൂപ വേണം? മൊത്തെടുക്കുക. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ പാർട്ണറോട് എനിക്കൊന്ന് സംസാരിക്കണം സാറേ. ചോദിച്ചോളൂ, പാർട്ണറോട് ചോദിച്ചോളൂ കേട്ടോ. വായോ 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 വായോ. ഞാനെന്റെ പാർട്ണറെ വിളിച്ചേ സാർ. ആയിക്കോട്ടെ. വായോ 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 ഇങ്ങോട്ട്. എന്താ സംഭവം? എന്താ
സംഭവം എന്താന്ന് വെച്ചാല് ആൾക്കാർ കാണും വേണ്ട. ഇതൊക്കെ ഒരു പൊതുസ്ഥലമാണ്, ഇവിടെ വെച്ച് കിസ് അടിക്കല്ല. അയ്യോ അങ്ങനല്ല സാർ, ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് രഹസ്യം പറഞ്ഞതായിരുന്നു. അങ്ങനെ ആ സാറിനെ ഇത് മൊത്തത്തിൽ വേണോന്നാ പറയുന്നേ. എടി അതങ്ങോട്ട് കിട്ടണ വിലക്ക് 10,000 രൂപ നീ റൈറ്റ് ചെയ്തിട്ട് പറ. 10,000 രൂപ പറയട്ടെ? അറിഞ്ഞോ നീ തരുവോ സാറേ? ഒരു 25,000 രൂപ വേണം. ഓഫ് കോഴ്സ്. ഏ? ഓഫ് കോഴ്സ്. അയ്യോ നിന്നോട് ഞാൻ പറഞ്ഞാണ് സംഭവം കൂട്ടി ചോദിക്കല്ലെന്ന് പറഞ്ഞതാണാ. പുള്ളി പറഞ്ഞ കേട്ടോ നടക്കില്ലെന്നാ പറഞ്ഞത്. ആണോ? പിന്നെ of course. എനിക്കറിയാം. സാറേ എന്തെങ്കിലും ഇച്ചിരി കുറച്ച് തരാം സാറേ. ഓഫ് കോഴ്സ്. കണ്ടാ? അതല്ല സാറേ, ഞാൻ പറഞ്ഞല്ലോ 25,000 രൂപ തരാം. സമ്മതിച്ചിരിക്കുന്നു. 25,000 രൂപ തരാം, സമ്മതിച്ചിരിക്കുന്നു. ശരിക്കും? ആ. അയ്യോ, സാറേ നിങ്ങൾ മൊത്തം അത് എത്രയാന്ന് വെച്ച് എടുത്തു വെച്ചോളൂ കേട്ടോ. എല്ലാ മീനും എടുക്കണം. സാറേ ഫ്രഷ് മീനാണേ. ആയിക്കോട്ടെ. ഫ്രഷ് മീനാണേ കേട്ടോ. സാറേ എല്ലാം എടുക്കാൻ പറഞ്ഞു, ഇതൊന്നും വേണ്ടല്ലോ. അതൊന്നും വേണ്ട. അതും വേണ്ട. നാളെ എനിക്ക് കച്ചവടം ചെയ്യണ്ട. അതാ എന്റെ കൂളിംഗ് ക്ലാസ് ഒക്കെ പോയി സാറേ. തരണോ അത് സാറേ? കുഴപ്പമില്ല, എനിക്ക് ഒന്നു പോയാ വേറെ ഉണ്ട്. എടുത്തോളൂ, ഗിഫ്റ്റ് ആയിട്ട് എടുത്തോളൂ. ഇത് അതാ ഗിഫ്റ്റ്. സാറേ ഇത് ഷിബു, ഷിബു വണ്ടിയാണോ സാറേ? എന്റെ വണ്ടിയുടെ ഡ്രൈവറാ. ഷിബു, ഷിബു, ഇല്ല, ഉറക്കായിരിക്കുള്ളൂ, ഉറക്കായിരിക്കും. ഷിബു ഉറക്കമാണോ? ഈ ബെൻസ് കാരനെ ഓടിച്ച് അവന് സുഖിച്ച് കിടക്കുക AC ഇട്ട്. ഓക്കേ, ആയിക്കോട്ടെ. സാറിന് ഇതെല്ലാം പെറുക്കിക്കൊണ്ട് കൊടുക്കാം. മാറിക്കേ സാറേ. ഞാൻ കൊണ്ടുപോകും. അല്ല വേണ്ട വേണ്ട, നിങ്ങളുടെ ഷർട്ടിലൊക്കെ അഴുക്ക് പറ്റും. ഹേ അല്ല അത് ഞാൻ പറയണ്ട, സാറിന്റെ അടുക്കല്ലേ വരുന്നത് ശരിക്കും പറഞ്ഞത്, കോട്ടക്കല്ലേ ഇട്ടിരിക്കുന്നത്. അല്ല, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മള് പാവപ്പെട്ടവന്റെ കൂടെ പണക്കാരന്റെ കൂടെ. സാർ ഇത് കൊണ്ടുപോകണതില്ല സാറേ. അല്ല സാറിന് എന്തിനാ ഇതെല്ലാം കൂടെ? ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, ചാരിറ്റി. ഓ കണ്ട, അനാഥാലയത്തിനും വൃദ്ധസ്ഥാനത്തിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. എടുത്തില്ലേ? ഓ എടുത്തു. അല്ല സാറ് 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 ചേട്ടന് എനിക്കത് വിഷയമല്ല. പരിചയമില്ലാത്ത സാറേ ഞാൻ ഒന്ന് നോ നോ നോ, ആരും പിടിക്കരുത്. രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ എന്നാലും എന്റെ ദൈവമേ, ഇത്ര പെട്ടെന്ന് ഈ മീനെല്ലാം പോകുന്നു ഞാൻ വിചാരിച്ചില്ല. രണ്ടാഴ്ച എന്റെ കൂടെ വന്ന് കേറിയിട്ട് അത് മൊത്തം പോയി. ഇതാണ് ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ 15,000 രൂപ ചോദിക്കാനല്ലേ പറഞ്ഞേ? എന്റെ സാമർത്ഥ്യം കൊണ്ട് 25,000 രൂപ ഇട്ട് ഒരു കൂളിംഗ് ക്ലാസ് കിട്ടി. അതല്ലെന്ന് കാശ് പുള്ളി കാശ് കൊണ്ടുവരണ്ടേ. പൈസ കിട്ടിയിരുന്നെങ്കിൽ ഡിക്കിൽ ഇരിപ്പുണ്ട്, എടുത്തോളൂ. ഷിബു എവിടെ ഇരിക്കുന്നു സാറേ? ഷിബുവിനെ കണ്ടില്ല? ഇല്ല. ഷിബു നിനക്ക് നാണയില്ലടാ? ഒരു ഉത്തരവാദിത്തോടെ ഈ വണ്ടി ഓടിച്ചോണ്ട് നടക്കുമ്പോ കിടന്നുറങ്ങാൻ. കേൾക്കുന്നുണ്ടോ സാർ? അവൻ ഗ്ലാസ് വിട്ട് സ്റ്റീറിംഗ് തലയും വെച്ച് കിടക്കോ, ഒറ്റടി കേട്ടാ. ഒരു ബെൻസ് പോയാൽ 8 ബെൻസ് അവനിങ്ങെടുത്താ, എന്റെ ബെൻസ് എടുത്താ. സാറേ ഇതിന്റെ എവിടാ പൈസ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പോവാ. എനിക്കിനി വേറെ കുറച്ച് പരിപാടി. അല്ലേ ഇപ്പൊ ഇവിടുന്ന് കൊട്ട ചുമന്നോണ്ട് പോയ മീനില്ലേ, അതിങ്ങ തരാങ്കി ഞാൻ ഇവിടെ ഇട്ട് വിറ്റോളായിരുന്നു. അതെന്ത് ചെയ്യേ? അത് ചാരിറ്റി ചെയ്തു ഞാൻ. ഇത്ര പെട്ടെന്ന് ചാരിറ്റി? ഞാൻ ചാരിറ്റി ചെയ്തു. ഏതാണ് അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തേ? അനാഥാലയത്തിനല്ല, പിന്നെ ഞാനത് കൊണ്ട് കടലിൽ കളഞ്ഞു. കടല് നമ്മള് ഈ ഭക്ഷ്യ ശൃംഖല നിലനിർത്തണം. അതിന് കടലിൽ നിന്ന് പിടിച്ച മീനല്ലേ, അതിന് ഞാൻ കടലിൽ കൊണ്ട് കൊടുത്തു. മീനുകളൊക്കെ കഴിക്കട്ടെ, വലിയ വലിയ മീനുകൾ കഴിക്കട്ടെ. അവർക്ക് അനാഥാലയം ചാരിറ്റി ചെയ്തില്ല. ഷിബു അയ്യോ പോവാന്നോ? അയ്യോ എങ്ങനെ നമ്മൾ ഈ കടമൊക്കെ തീർക്കൂടി? കടമെങ്ങനെ തീർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ 10,000 പേര് എന്റെ ചുറ്റിനും കൂടി നടക്കുമെന്ന്. ഇനിയിപ്പൊ അത് തന്നെ ഗതി. ഈച്ച അടിച്ചങ്ങ് ഇരുന്നോ?